പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയും ആ പ്രദേശത്ത് നിന്ന് കാണാതായിരുന്ന യുവാവും തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. 7 പോലീസ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ 22 ദിവസമായി ഈ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലൊക്കെ കാണാതാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സഡൻ ആയിട്ട് അവരെ എങ്ങോട്ട് പോയി നടക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുമെന്നില്ല. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ താനൂരിൽ നിന്ന് 2 പെൺകുട്ടികള് ചുമ്മാ ഒരു യാത്ര പോയത്. ഒപ്പം ഒരു ചെറുപ്പക്കാരന് സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നതേ. പിന്നീട് സംഗതി ഏകദേശം കൊളാവുന്ന കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്നെ മുങ്ങി. അതുവരെ കാര്യം അതിന്റെ പിന്നാലെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ പെൺകുട്ടികളെ കാണാതായി വിത്തിൻ 24 hours ആ പെൺകുട്ടികൾ എവിടെയാണെന്നും അവരെവിടേക്കാണ് പോയതെന്നും എങ്ങനെയൊക്കെയാണ് ഇനി അവരെ പിടിക്കണമെന്നും ചുരുക്കി പറഞ്ഞാൽ അവരെ നമ്മുടെ കയ്യിൽ കിട്ടി. നോക്കി 24 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ 22 ദിവസമായി ഒരു പെൺകുട്ടിയെ കാണാതായിട്ട്. ആ കഴിഞ്ഞ 22 ദിവസമായിട്ട് ഈ പെൺകുട്ടി എവിടെയായിരുന്നെന്നും എങ്ങനെയാണെന്നും ആരൊപ്പം ഒരു പിടുത്തമില്ല. എന്തായാലും പെൺകുട്ടിയെ കാണാതെ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അവിടുന്ന് വേറെ കാര്യം മനസ്സിലാക്കുന്നത്. 40-45 വയസ്സായ ഒരു മധ്യവയസ്കൻ. ഈ ചാനൽ പ്രവർത്തകർക്കൊക്കെ എന്താന്ന് മനസ്സിലാവുന്നില്ല. ഈ 45 വയസ്സായി ചെങ്ങാതി 15 വയസ്സായ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. എത്ര ചെറുപ്പമാണെന്ന് ആലോചിക്ക്. കയ്യും കാലൊക്കെ കാണിച്ചിട്ട് ഈ പാവം പെൺകുട്ടിയെ വളച്ചെടുത്ത് കൊണ്ടുപോയതാണ്. ഒരു സംശയമില്ല, പ്രണയം നടിച്ചു കൊണ്ടുപോയതാണ്. തീർച്ചയായും ഈ ഒരു മധ്യവയസ്സിന് ആ പെൺകുട്ടിയെ ഉപയോഗിച്ചിരിക്കും. ആ പെൺകുട്ടിയെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെ ആ പെൺകുട്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. സാധ്യത വളരെയധികമാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു രക്ഷയില്ല, ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കൂല, എന്തായാലും ഇത് പിടിക്കപ്പെടും, നാട്ടുകാരെ കൂടിയിട്ട് തൻ്റെ മേൽ കൈ വയ്ക്കും എന്ന് ബോധ്യമായപ്പോഴാണ് ഈ മധ്യവയസ്കനും ഈ പെൺകുട്ടിയും കൂടിയിട്ട് തൂങ്ങി മരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മരിച്ചെടുക്കുന്ന തൊട്ടടുത്ത് തന്നെയായിട്ട് അവർ 2 മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിന്റെ തൊട്ടടുത്തൊരു കത്തിയൊക്കെ കാണാനുണ്ട്. മിക്കവാറും അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കത്തിയല്ല, ആ ഒരു കയറ്, പ്ലാസ്റ്റിക് കയറ് 2ആയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ 2 പേരും കൂടി എന്താ പറയാ ആ ഒരു കത്തി എവിടുന്നില്ലൊക്കെ സംഘടിപ്പിച്ചായിരിക്കാം. എന്തൊക്കെയായാലും ഇത് ഒരു ദുരന്തപൂർണമായിട്ടുള്ള സംഭവം തന്നെയാണ്. നോക്കൂ, ഈ 40-45 വയസ്സുണ്ട് ഈ ഒരു ചെങ്ങാതിക്ക്. ഈ ഒരു എന്താ പറയാ മധ്യവയസ്കന് ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പിന്നാലെ നടക്കാനും ആ പെൺകുട്ടിയെ വളച്ചെടുക്കാനും ആ പെൺകുട്ടിയെ പ്രണയം നടിച്ച് അവരെ ചതിക്കാനും അവരെ കൊണ്ടുപോയിട്ട് ലൈംഗികമായിട്ട് ഉപയോഗിക്കാനൊക്കെ ഉള്ള ആ ഒരു മനോഭാവത്തിലേക്ക് ഈ ആ നാറിയൊക്കെ ആയ കാലത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇത്രത്തോളം പ്രായമുള്ള അല്ലെങ്കിൽ അയാളുടെ പെങ്ങൾക്ക് അത്രത്തോളം പ്രായമുള്ള ഒരു മൂത്ത പെങ്ങളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത്രത്തോളം പ്രായമുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇങ്ങനെയാണ് ആ ഒരു വൃത്തികെട്ടേണ്ട അവസ്ഥ. നമ്മുടെ മാധ്യമത്തൊക്കെ പറയുന്നത് കാണാതായ പെൺകുട്ടിയും യുവാവും. സ്വാഭാവികമായിട്ട് നമ്മൾ യുവാവ് എന്നൊക്കെ സങ്കല്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏറ് വന്ന് 20-25 വയസ്സിനുള്ളിൽ. ഇത് 45 വയസ്സുണ്ടെന്നേ മധ്യവയസ്കൻ. സ്റ്റേഷനുകളിൽ നിന്നായി ഇന്ന് രാവിലെ മുതൽ വനിതാ പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തുകയും സന്നദ്ധ പ്രവർത്തകർ എത്തുകയും നാട്ടുകാർ ക്ലബ് അംഗങ്ങളൊക്കെ തന്നെ ചേരുകയും ചെയ്തുകൊണ്ട് വിപുലമായി രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ഒരു ദുഃഖകരമായ ഒരു അന്ത്യം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് നിങ്ങൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ വിഭാഗത്തിൽ തെരച്ചിലുണ്ടായിരുന്നു? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാണാതായി ഇവര് ഏതെങ്കിലും വലിയ കാട്ടിനുള്ളിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് പോയി തൂങ്ങി മരിച്ച് അല്ല കേട്ടോ. ഈ കാണാതായി ഇവരെ വീട്ടിൽ നിന്ന് വെറും 100 മീറ്ററിന്റെ ഉള്ളിൽ 50-100 മീറ്ററിന്റെ ഉള്ളിലാണ് ഈ കാട് എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്നത്. അതിന്റെ ഉള്ളിൽ പോയിട്ടാണ് തൂങ്ങി മരിച്ചത്. ഇവരെ മൊബൈൽ ഫോൺ കൊണ്ടുപോയത്, ഇവരെ ട്രേസ് ചെയ്യാനുള്ള എളുപ്പമാർഗങ്ങൾ, ഇവരെവിടേക്കാ പോയെന്നുള്ള CCTVകൾ, ഇങ്ങനെ എന്തോരം മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മാർഗങ്ങളൊന്നും പോലീസ് ഉപയോഗിച്ചിട്ടില്ലേ എന്നത് മാത്രമാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത് കേട്ടോ. എന്തായാലും പോലീസിന്റെ ഭാഷ ഇങ്ങനെയാണ്. സാധാരണ രീതിയിൽ ഒരു സ്മെല്ല് വരേണ്ടതാണ്. ആ സ്മെല്ല് വരാത്തതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു. അപ്പുറം ഇവിടെ അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ CCTV ഒക്കെ നമ്മൾ എടുത്താൽ തൊട്ടടുത്തുള്ള അമ്പലത്തിന്റെ. അപ്പം ഇവര് സ്മെല്ല് വരാത്തതാണ് നമ്മൾ ഈ ഇന്നറായിട്ടുള്ള ഏരിയകളാണ് കൂടുതലായിട്ട് നോക്കിയത്. കാടുകളിലാണ് കൂടുതലായിട്ട് സെർച്ച് ചെയ്തത്. ആരും പിന്നെ അങ്ങനെ സംശയം കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നത് തൊട്ടടുത്ത് 50 മീറ്ററേ ഉള്ളൂ. കുട്ടികൾ കളിക്കുന്നതാണ്. ഈ ഏരിയയിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയാണ് പോലീസ്. പക്ഷേ ടവർ ഇവിടെ അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും കൂടി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് പിന്നെ കിട്ടുന്നുള്ളൊരു ഇത്ര ആൾക്കാർ വലിയ പ്രതീക്ഷ പറയാൻ കാരണം. CCTV ദൃശ്യങ്ങളൊന്നും അവിടെ ഇവൻ വരുന്നൊരു CCTV അവൻ മനീഷ് എന്നുള്ള കൂട്ടുകാരെ കൊണ്ടാക്കുന്ന CCTV നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പോലീസിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഇവരെ CCTVയിലും ഇവരുടെ കാണാതായ ഒരു ലൊക്കേഷനൊക്കെ അവർക്ക് കിട്ടിയിട്ടും അവർ ഈ ഒരു ഭാഗത്ത് തിരയുന്നതിന് പകരം ഇവർ വിചാരിക്കുന്നത് ഒരുപക്ഷെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും എന്ന ധാരണയിലൊക്കെ കാട്ടിന്റെ ഉള്ളേരിയയിൽ മാത്രമാണ് ഇവർ സെർച്ച് ചെയ്തത്.
സ്വാഭാവികമായിട്ട് ആ വീട്ടുകാരെങ്കിലും ആ തൊട്ടു ചുറ്റുമുള്ള ആ ഒരു പറമ്പിലൊക്കെ ഒന്ന് ചരഞ്ഞിരുന്നെങ്കിൽ ഈ രണ്ടെണ്ണത്തിന് കിട്ടുമായിരുന്നു. മരിക്കുന്നതിന് മുമ്പെങ്കിലും അവർ കിട്ടുമായിരുന്നു. അവർക്ക് ചെയ്തു പോയ തെറ്റ്, ആ പെൺകുട്ടി പറ്റിപ്പോയ ഒരു തെറ്റൊക്കെ ക്ഷമിക്കുവാനോ അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കെങ്കിലും ഒരു പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷെ എല്ലാം ആ ഒരു വൃത്തികെട്ടവൻ തകർത്തു എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. അതിനുശേഷമുള്ള CCTV ഉള്ള ഏരിയ അല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ മൃതദേഹം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മണമൊക്കെ വരേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചൂടുകാലമായതുകൊണ്ടാണ് അങ്ങനെ? അതിന്റെ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളതാണ് പ്രതീക്ഷിച്ചത്. കാരണം ഇത്രയും ദിവസം ആകുമ്പോൾ 3-4 ദിവസം നല്ല സ്മെല്ല് വരേണ്ടതാണ്. ഇത്ര അടുത്തടുത്ത് വീടുകളിലേക്ക് 50 മീറ്ററോളം വീടുകളിലേക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കാടുകളെ തെരച്ചു നടത്താൻ കൂടുതലായിട്ട് കാരണം. വലിയ ഏരിയ കാടുകൾ തന്നെ ഒരുപാട് വലിയ നൂറുകണക്കിന് ഏരിയ കാടുകളായതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഇന്ന് പെരുതാൻ കാരണം. അതുകൊണ്ടാണ് ഇന്ന് ബൾക്കായിട്ട് ആൾക്കാരെ കൊണ്ട് ആരുടെ ഫോട്ടോ ഇപ്പൊ തന്നെ പൂർത്തിയാക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ഡോഗ് സ്ക്വാഡ് അതുപോലെ ഫിംഗർ പ്രിന്റ് ഫോട്ടോഗ്രാഫർ മറ്റേ അവരോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ബാക്കി നടപടിയെടുക്കും. സത്യം ഫലം കണ്ടു എന്ന് പറയാം. ദുഃഖകരമായ ഫലമാണ്. അത് തന്നെ നമുക്ക്, കാരണം നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ്. നമുക്ക് വളരെ സങ്കടമുണ്ട്. കാരണം കുട്ടി അവിടെ ജീവിച്ചിരിക്കുന്നതിന്റെ പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇവർ മൊബൈൽ ഉപേക്ഷിച്ച് പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത്. വളരെ വേദനാജനകമാണെങ്കിലും ഇത് ഒരു പര്യവസാനം ഉണ്ടായാലും പോലീസ് വളരെ കഷ്ടപ്പെടുന്ന ഇക്കാര്യത്തിൽ എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് നാട്ടുകാരുടെ. എന്നാലും പോലീസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കണ്ടെത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. ലൊക്കേഷൻ ഇന്ന സ്ഥലത്താന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ ക്ലബിന്റെ പ്രവർത്തകരും എല്ലാവരും കൂടി തെരഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കണ്ടെത്തിയത് അവർ പറയുന്നത്. എന്തായാലും പോലീസ് സെർച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, പിന്നീട് നമ്മൾ അറിയേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 15 വയസ്സുള്ള ഇത്തരം ഒരു 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എങ്ങനെയാണ്, എന്തിന്റെ തോന്നലിന്റെ പുറത്താണ് ഇങ്ങനെ നാട്ടിലൊരു പണിയും തുറയില്ലാതെ 45 വയസ്സുള്ള 40-45 വയസ്സുള്ള ഒരാളോടൊക്കെ പ്രണയം തോന്നേണ്ടത്? ഇനി പ്രണയമാണോ തോന്നിയത്, ഇനി വെറും ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും തോന്നൽ മാത്രമാണോ ഉണ്ടായത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകുന്നത്? ഇത്തരം ആളുകളൊക്കെ ഇറങ്ങിപ്പോകാൻ ഇവർക്ക് എന്ത് ധൈര്യമാണ്? ജീവിതത്തെ പറ്റിയിട്ട് യാതൊരു ധാരണയുമില്ല എന്നുള്ളതാണ്. 15 വയസ്സായ ഒരു കുട്ടിക്ക് എന്ത് ജീവിതമാണ്? ജീവിതത്തിന്റെ പ്രയാസത്തെ കുറിച്ചിട്ട്, വിവാഹ ജീവിതത്തിന്റെ പ്രയാസത്തെ കുറിച്ചിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണയും ഈ ഒരു കുട്ടികൾക്കൊന്നുമില്ല. എന്തായാലും വളരെയധികം നമുക്ക് നമ്മുടെ ആളുകളൊക്കെ കുട്ടികളൊക്കെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്തൊക്കെയായാലും ആ നാറിയെ ദയവേത് ഇനിയെങ്കിലും മാധ്യമങ്ങൾ യുവാവ് എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിച്ചാൽ നന്നായിരിക്കും.